ഫ്രസ്ട്രേറ്റഡ്. കാരണം വെച്ചാൽ പല ആൾക്കാർ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നീ ഡിഗ്രി എടുത്തല്ലേ, ബിടെക് എടുത്തല്ലേ, പിന്നെന്താ ജോബിന് പോകാത്ത എന്നുള്ള രീതിയിൽ അവരുടെ അത്ര ഒരു പ്രൊജക്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ ഇൻഡസ്ട്രിയിലില്ല. ഫാമിലി മാനേജ് ചെയ്യാൻ പറ്റണ എല്ലാം മാനേജ് ചെയ്യും. ചില കുട്ടികൾ വിളിച്ചിട്ട് പറയും, സാറേ ഞാൻ വീട്ടിൽ വിളിച്ചിട്ട് പോലും ഇല്ല, സാറെയാണ് ഞാൻ ആദ്യമായിട്ട് വിളിക്കണത്. ജോലി കിട്ടിയതിന് ശേഷം ഒരു കരിയർ ഗ്യാപ്പ് എടുത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നോർമൽ ഒരാളെക്കാളും കൂടുതൽ ഓപ്പർച്യൂണിറ്റി കരിയർ ഗ്യാപ്പ് എടുത്താണ്. സ്ത്രീകൾക്ക് അങ്ങനെ ഒരു കഴിവ് ദൈവം കൊടുത്തായിരിക്കും. അതുണ്ട്. ഹായ്, ഹലോ, എൻ്റെ പേര് ജുബൈർ എന്നാണ്. ഞാൻ ഫൗണ്ടർ ഓഫ് കാർബൺ ബ്ലൂ ഗ്ലോബൽ, ആർക്കിമിഡീസ് ആൻഡ് എഞ്ചിനീയർ നെക്സ്റ്റ്. ഞാൻ 3 കമ്പനി ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട്. ഞാൻ ബേസിക്കലി കണ്ണൂരുകാരനാണ്. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ 13+ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ ഗ്രാജുവേറ്റഡ് ആയത് NIT കാലിക്കറ്റിൽ നിന്നാണ്. എൻ്റെ പേര് ജാവേദ് എന്നാണ്. ഞാൻ ബേസിക്കലി കോഴിക്കോട്ടുകാരനാണ്. കഴിഞ്ഞ 8 വർഷമായിട്ട് എറണാകുളത്താണ്. NIT ഇൻറ്റീരിയേഴ്സ് ആണ് എൻ്റെ കമ്പനിയുടെ പേര്. ഞാനൊരു 13 വർഷമായിട്ട് ഈ സിവിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിലുള്ള ആളാണ്. എൻ്റെ എഞ്ചിനീയറിംഗ് ഞാൻ കഴിഞ്ഞത് NSS എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നായിരുന്നു, പാലക്കാട്. അതിനുശേഷം അഡ്വാൻസ് കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റിൽ നിക്മാർന്ന് പൂനെ ക്യാമ്പസിൽ വെച്ചിട്ട് PG എടുത്തു. അതാണ് എൻ്റെ ബേസിക്കായിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ലേഡീസിനാണെങ്കിലും ഈ ഒരു ഫീൽഡിൽ, സിവിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ഇമ്മൻസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷെ അവർ ഒരു ടൈം എത്തിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കല്യാണമൊക്കെ കഴിഞ്ഞ് ആ ഒരു ഫാമിലി കുറച്ച് ടൈം കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് തിരിച്ചു വരുന്ന സമയത്ത് എങ്ങനെയാണ് അവർക്ക് കരിയർ റീസ്റ്റാർട്ട് ചെയ്യാനും പിന്നെ അതിൽ നിന്നൊരു ഒരു ഒരു മുകളിലേക്ക് പോകാനുള്ള ഒരു നിങ്ങളുടെ ഒരു ഫീലിംഗ് എന്താണ്? ബേസിക്കലി ഇത് എനിക്ക് ഒരുപാട് എക്സാമ്പിൾസ് ഉള്ളൊരു കാര്യമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരുപാട് ആൾക്കാർ നമ്മളുടെ കോഴ്സ് എടുക്കുന്നുണ്ട്, കരിയർ ഗ്യാപ്പ് ഉള്ളവർ. അപ്പം ചില ആൾക്കാർ എൻ്റെ അടുത്ത് പറയും, സാറേ എനിക്ക് പൈസയൊന്നും വേണ്ട, എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട്ടിൽ എനിക്കൊരു ജോബ് ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ ഗെറ്റിംഗ് ഫ്രസ്ട്രേറ്റഡ്. കാരണം വെച്ചാൽ പല ആൾക്കാർ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നീ ഡിഗ്രി എടുത്തല്ലേ, ബിടെക് എടുത്തല്ലേ, പിന്നെന്താ ജോബിന് പോകാത്ത എന്നുള്ള രീതിയിൽ പല ആൾക്കാരും ഓഫ് കോഴ്സ് അതുണ്ട്. ഈവൻ നമുക്കാണെങ്കിൽ അറിയാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ ബേസിക് സിമ്പിളാണ്. നമ്മൾ ഒരു ഹ്യൂമൻ സൈക്കോളജിയിൽ ചിന്തിക്കുക, അല്ലെങ്കിൽ ഒരു ഓൺടർപ്രണർ എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ, ഒരു കുട്ടികളെ മാനേജ് ചെയ്യുക, അതിൻ്റെ കൂടെ ഒരു ഫാമിലി മാനേജ് ചെയ്യുക, ആ ഒരു ലെവലിൽ ചിന്തിക്കുന്ന ഒരാൾ ഒരു പ്രൊജക്റ്റ് മാനേജ് ചെയ്യുക അല്ലെങ്കിൽ ഒരു കമ്പനി മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ വീട്ടിലെ കാര്യങ്ങൾ മാനേജ് ചെയ്യുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, നിങ്ങൾക്ക് കുറച്ച് പഠിത്തം കൂടി ഉണ്ട്, ഞാൻ എൻ്റെ കമ്പനിയിൽ എടുത്തതെന്ന് ഞാൻ പറയും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളാരും ഉണ്ടാവില്ല. നമ്മളാരും ഇല്ലാത്ത സമയത്ത് ഇപ്പോൾ ഒരു സാധനം വേണം, ഉമ്മത് വീട്ടിലെത്തിച്ചിട്ടുണ്ടാവും. ഹൗ എന്നുള്ള ക്വസ്റ്റ്യൻ ഒന്നും ഇല്ല. അതല്ലെങ്കിൽ നടക്കൂല. അതിലേക്ക് സാധനം ഇല്ലാതെ കൊണ്ട് ഫുഡ് ഉണ്ടാക്കിയില്ല, നീ ഞങ്ങൾക്ക് ഇറച്ചി മേടിച്ച് തന്നിട്ടില്ല, അല്ലെങ്കിൽ നീ എനിക്ക് മെയിൻ മേടിച്ച് തന്നിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്കൊന്നും ഫുഡില്ല എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല, അല്ലേ? ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അവരുടെ അത്ര ഒരു പ്രൊജക്റ്റ് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ ഇൻഡസ്ട്രിയിലില്ല. ഫാമിലി മാനേജ് ചെയ്യാൻ പറ്റണ എല്ലാം മാനേജ് ചെയ്യാം. അതാണ് ആസ് എ ഓൺടർപ്രണർ എൻ്റെ ഒരു മൈൻഡ്. ഐ ബിലീവ് ഓക്കെ. അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം ഞാൻ പറയുന്നത് വെച്ചാൽ, നിങ്ങളൊരു കമ്പനിയിലേക്ക് എടുക്കുക എന്നുള്ളത് വളരെ ഈസിയാണ്. ബട്ട് ദ തിങ് ഈസ് യു ഷുഡ് ഡു അപ്സ്കില്ലിങ്. കറണ്ട് മാർക്കറ്റിലായിട്ടുള്ള കണക്ഷൻ പോയിട്ടുണ്ട് എന്നുള്ള ഒറ്റ പേടിയാണ് അവർക്കുള്ളൂ. ഒന്ന്, അത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. എന്താണ്? നമുക്ക് ഒരു അപ്സ്കില്ലിങ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളൊരു ടീം കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക, നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക. സോ നമുക്കത് അപ്സ്കില്ലിങ് ചെയ്ത് സോൾവ് ചെയ്യാമെന്ന് പറയാം. ഒരുപാട് കരിയർ ഗ്യാപ്പ് എടുത്ത വുമൻസ് നമ്മളുടെ കോഴ്സ് കഴിഞ്ഞിട്ട് ജോബിലേക്ക് കയറിയിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പം എൻ്റെ അടുത്ത് ചില കുട്ടികൾ വിളിച്ചിട്ട് പറയും, സാറേ ഞാൻ വീട്ടിൽ വിളിച്ചിട്ട് പോലും ഇല്ല, സാറെയാണ് ഞാൻ ആദ്യമായിട്ട് വിളിക്കണത്, ജോലി കിട്ടിയതിന് ശേഷം. അത് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണല്ലോ. ദാറ്റ്സ് മൈ എനർജി. ആക്ച്വലി അതാണ് എൻ്റെ മോട്ടിവേഷൻ. സോ അതൊന്ന്. പിന്നൊന്നെന്ന് പറയുന്നത്, അപ്പം അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, സാർ എൻ്റെ കൂടെ പഠിച്ച ഒരുപാട് ആൾക്കാരെ എൻ്റെ ടോപ്പിൽ അങ്ങോട്ട് മുകളിലെത്തിയിരിക്കുകയാണ്, സോ ഞാൻ ഇവിടെ എത്തിയിട്ടില്ല. ഈവൻ ജോബ് ആണെങ്കിൽ ചിലപ്പോൾ ഇനീഷ്യൽ ഓഫ് കോഴ്സ് സാലറി ആ ഒരു ഏജിനുള്ള സാലറി കിട്ടണമെന്ന് നിർബന്ധമില്ല. സോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ദ തിങ് ഈസ്, വൺസ് ദേ ആർ ഇൻ ടു ദ ഫീൽഡ്, അവർക്കുള്ള ഗ്രോത്ത് ഞാൻ വളരെ എക്സ്പോണൻഷ്യലായിട്ടാണ് കണ്ടിട്ടുള്ളത്. കാരണം വെച്ചാൽ അവർക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം വെച്ചാൽ ഇത്രയും വലിയ പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രൊജക്റ്റ് മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർക്കൊരു മുലർ പറയുന്ന പൂ പറിക്കുന്ന പോലത്തെ ഈസി ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ അത് വളരെ യൂസ്ഫുള്ളാണ്. സോ ഒരു കരിയർ ഗ്യാപ്പ് എടുത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ,
നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നോർമൽ ഒരാളെക്കാളും കൂടുതൽ ഓപ്പർച്യൂണിറ്റി കരിയർ ഗ്യാപ്പ് എടുത്തതാണ്. അവർ വെറുതെ കരിയർ ഗ്യാപ്പ് എടുത്തതല്ല, ചുമ്മാ വീട്ടിലിരിക്കാൻ വേണ്ടി കരിയർ ഗ്യാപ്പ് എടുത്തതല്ല. ദേ ആർ ബിൽഡിങ് നെക്സ്റ്റ് ജനറേഷൻ. അടുത്ത ജനറേഷനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ കരിയർ ഗ്യാപ്പ് എടുത്തിട്ടുള്ളത്. അത് അവരുടെ ഡെഡിക്കേഷനും കമ്മിറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇമ്മെൻസ്. നമുക്ക് ആ ഒരു ലെവലിൽ തന്നെ പറയേണ്ടി വരും. എന്നിട്ടാണ് പിന്നെ അവർ ഡെവലപ്പ് ചെയ്യണത്. സോ വിത്തിട്ടൊരു മാവ് വളർത്താൻ വേണ്ടി അവിടെ വെച്ചിട്ടാണ് ഇപ്പുറം വന്നിട്ട് വളർന്ന മാവിന് നോക്കുന്നത്. ഓൾറെഡി അവർക്ക് അറിയാം അത് എന്ത് ചെയ്യണം എന്നുള്ളത്, മാനേജ് ചെയ്യണം. സോ അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഓൺലി ദ തിങ് ഇസ് ദേ ഷുഡ് ഡു അപ്സ്കില്ലിങ്. മാർക്കറ്റിനെ പറ്റി പഠിക്കണം, റീകണക്റ്റ് ആവണം. അതാണ് ഒന്ന്. പിന്നെ ലേണിംഗ് നെവർ എൻഡ്. അത് നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ജോബ് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് സെറ്റിലായി എന്നുള്ള രീതിയിലായിരിക്കും അത്. ആ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടാവണം. ലേൺ ചെയ്യണം. നല്ല നെറ്റ്വർക്ക് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ ഒരാൾക്കും ഒരു കരിയർ ഗ്യാപ്പ് എടുത്ത് ഒരു ഫാമിലി ഡെവലപ്പ് ചെയ്ത ആൾക്കാർക്കും കൂടുതൽ ഗ്രോത്ത് ഉണ്ടാവും. യു ക്യാൻ സീ ഇറ്റ്. ഞാൻ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ ഗ്രോത്ത് ഉണ്ടാവും. 100% ആണ്. ജാവേദിനെ അതിലെന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? അല്ല, അത് നിങ്ങൾ പറഞ്ഞ അബ്സല്യൂട്ട്ലി 100% റൈറ്റാണ്. കാരണം ഈ സ്ത്രീകൾക്ക് അങ്ങനെ ഒരു കഴിവ് ദൈവം കൊടുത്തായിരിക്കും, അവർക്കത് ഉണ്ട്. അതാണ് നമ്മുടെ വീട്ടിൻ്റെ മുന്നിൽ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മുമ്പ് ഒരു ആളെ ഹയർ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ കോമഡി ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. അത് വെച്ചാൽ അയാളെ ഞാൻ ഹയർ ചെയ്തപ്പോൾ അയാൾക്ക് ഏകദേശം 12 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. സോ വാട്ട് ഐ ബിലീവ് എൻ്റെ ടീമിനെ മാനേജ് ചെയ്യാൻ പറ്റിയുള്ള ഒരാളാണ്. ഓക്കെ, അതിന് പറ്റിയ ഒരാളാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അയാളെ ഹയർ ചെയ്തത്. ബട്ട് ദ തിങ് ഈസ്, ഞാൻ അയാളെ ഹയർ ചെയ്തതിൻ്റെ കമ്പനിയിൽ എടുത്തതിന് ശേഷം ഞാനൊരു ദിവസം അയാൾക്കൊരു വർക്ക് കൊടുത്തു. ഇന്ന ടീമിനെയൊക്കെ ഡെവലപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ഇന്ന ഡോക്യുമെൻറ്റ് ഞാൻ അയച്ചു തരാമെന്ന് പറഞ്ഞു. ഓക്കെ ഫൈൻ. നമ്മൾ വേറെ ഡൈല്യൂട്ടായി പോകും. അപ്പോൾ അയാൾക്ക് ആ വർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. യു നോ ഇറ്റ്. പ്രൊജക്ട് ഓണർ എന്നുള്ള കമ്പനി ഓണർ എന്നുണ്ടാകുമ്പോൾ വേറെ ഒരുപാട് കാര്യങ്ങളും പ്രോബ്ലംസ് ഉള്ളു. ഞാനത് വിട്ടുപോയി. യൂഷ്വലി നമ്മൾ വെച്ചാൽ എനിക്ക് ഡെഡ് ലൈൻ ഉണ്ടാവും, സബ്മിറ്റ് ചെയ്യുന്ന ഡെഡ് ലൈൻ ഉണ്ടാവും. ഒരു 2 days മുമ്പായിരിക്കും ഞാൻ ടീമിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യുക അതിൻ്റെ ക്വാളിറ്റി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഞാൻ ചോദിക്കുമ്പോൾ അയാൾ എന്നോട് പറയാം, നിങ്ങൾക്ക് അന്ന് 2 ബാക്കപ്പ് ഡോക്യുമെൻ്റ് തരുമെന്ന് പറഞ്ഞല്ലോ, അതെനിക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല. ഞാനിത് ജസ്റ്റ് കമ്പയർ ചെയ്യാണ്. അയാളും അതുകൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല. എൻ്റെ വീട്ടിൽ ഒരു ദിവസം പോലും, അല്ലെങ്കിൽ എല്ലാവരുടെ വീട്ടിലാണെങ്കിൽ ഒരു ദിവസം പോലും ഇറച്ചി കിട്ടിയില്ല, മീൻ കിട്ടിയില്ല, അരി കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഫുഡ് ഉണ്ടാക്കാണ്ട് വന്നിട്ടില്ല. അല്ലേ? അതാണ് മൈൻഡ് സെറ്റ്. ആ മൈൻഡ് സെറ്റ് ദൈവം കൊടുത്തതാണ്. ഇനി വേറൊരു കാര്യം കോമഡി ആയിട്ട് ചോദിക്കുക വെച്ചാൽ, നമ്മൾ ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിലാണെങ്കിൽ എന്നോട് ഒരു ദിവസം എൻ്റെ ഒരു കൊളീഗല്ല, എൻ്റെ ഒരു ക്ലൈൻറ്റാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എത്ര നന്നാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഭയങ്കര ചോറയാണ്, ഒരു എൻ്റർടൈൻമെൻറ്റും ഇല്ല, വർക്ക് പ്രഷറാണ്, ഇത് എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്തത് നമുക്ക് അറിയില്ല എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. അത് ഭയങ്കര രസമുള്ളൊരു സംഗതിയാണ്. നമ്മൾ പഠിച്ചിറങ്ങിയിരുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും. നമ്മളെ കൂടെ അല്ലെങ്കിൽ ഹോസ്റ്റൽ റൂമിൽ നമ്മളെ കൂടെ കിടന്നിട്ടുള്ള ആൾ തന്നെ, ആള് IT കമ്പനീസിലും വല്ലതും ആയിരിക്കും. അത് നല്ല AC ഓഫീസ്, നല്ല കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾ പോകുന്നു, ഓഫീസിൽ ചില്ല് ചെയ്യുന്നു. നമ്മൾ അതേ സമയത്ത് ഏതെങ്കിലും ഒരു ബെഞ്ചിലിരുന്ന് ഒരു കട്ടണൊക്കെ അടിച്ച് വേലയില്ല ആ രൂപത്തിലായിരിക്കും നമ്മൾ ഒരു സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ച ആൾക്കാരുടെ ഒരു. പക്ഷേ അത് നേരത്തെ പറഞ്ഞ പോലെ EPCയിലെ സിയിലെ ചെറിയ ഒരു പോർഷൻ്റെ മാത്രം അവസ്ഥയാണ്. ഭയങ്കരമായിട്ട് ആൾക്കാർ മാർക്കറ്റ് സൊസൈറ്റി നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യണ്ടോ നമുക്കൊരു സംശയമുണ്ട്. അത് നമ്മളതിനെ കാണുന്ന ഒരു സംഗതി കൂടാണ്. അത് എങ്ങനെ കാണണമെന്നുണ്ട്. അതേപോലെ ഈ സിവിൽ എഞ്ചിനീയർ എന്ന് പറയുന്നതുണ്ടല്ലോ, അയാൾ സിവിൽ എഞ്ചിനീയറുടെ പണിയെടുത്ത് കഴിഞ്ഞാൽ ഇതൊന്നും ഉണ്ടാവില്ല. സൈറ്റിൽ നിന്ന് പൊടിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നുണ്ട്. അയാളൊരു സൈറ്റ് സൂപ്പർവൈസറാണ്, അല്ലെങ്കിൽ അയാളൊരു ഫോർമാനാണ്. കറക്റ്റാണ്. സിവിൽ എഞ്ചിനീയർ ചെയ്യേണ്ട പണി സിവിൽ എഞ്ചിനീയറുടെ പണി ആൾ ചെയ്തു കഴിഞ്ഞാൽ ഇതേപോലുള്ള ഇതൊരു മോശം പണിയൊന്നും അല്ല, ഒരു മോശം സംഗതിയാണെന്നും അല്ല. മറ്റേതുപോലൊക്കെ തന്നെ ഏറെക്കുറെ അങ്ങനെയൊക്കെ ഉണ്ടാവും. ബിടെക് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരാള് ഒരു സൂപ്പർവൈസർ ആവരുത്, അതാണ് ജാവേദ് പറഞ്ഞത്. 100%. ബിടെക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ബിടെക്കാരനെ പണിയെടുക്കുക, സൂപ്പർവൈസിങ്ങിൻ്റെ പണി പഠിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ആ പണിയെടുക്കുക. അപ്പോൾ പണി എടുപ്പിക്കുന്നവർക്കും എടുക്കുന്നവർക്കും സുഖം ഉണ്ടാവും. ഓർക്കും അതിനനുസരിച്ച് കാര്യങ്ങൾ നീങ്ങും. ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ നല്ല ഓഫീസിൽ AC കൊണ്ട് കുറച്ച് ആൾക്കാരായിട്ട് ചായയും കൊടുത്തിട്ട് വർക്ക് ചെയ്യാൻ എങ്ങനെ പറയാം. അല്ല, ഈവൻ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ കമ്പനീസ് നോക്കുകയാണെങ്കിൽ എയ്കോം, അറ്റ്കിൻസ്,
ദെൻ നമ്മളെ എന്താ പറയുക CCC, ഒരുപാട് കൺസൾട്ടിങ് ഫേം ഉണ്ടല്ലോ. അതിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ IT കമ്പനിക്കാട്ടും അടിപൊളി ഫെസിലിറ്റീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. നിങ്ങൾ പറഞ്ഞ പോലെ ഇ-കോമിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര അത് JLL ഇഷ്ടംപോലെ കമ്പനീസ് ഉണ്ട്. അങ്ങനെ അതിൻ്റെ ഒരു സുഖത്തിലും കാര്യത്തിലൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് വർക്ക് ചെയ്തു പോകാം. പക്ഷേ ഓക്കെ, അത് സുഖത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ ഒരിക്കലും സെറ്റിൽ ആവരുത്. എപ്പോഴും നമ്മളെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളൊരു സാധനം നമ്മൾ എപ്പോഴും ചെയ്യണം. അതിലൊരു ഇതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് എനിക്ക് ചോദിക്കുന്നത്, ഇപ്പം ഒരു എൻ്റർടൈൻമെൻറ്റ് ഇല്ല എന്ന് പറഞ്ഞതിന് കൂടെ തന്നെ പല ആൾക്കാരും പറയാറുണ്ടായിരുന്നു, എനിക്ക് വർക്ക് ഭയങ്കര പ്രഷറാണ്, അതുപോലെ തന്നെ എനിക്കൊരു ഗ്രോത്ത് കാണുന്നില്ല. ഓക്കെ, അങ്ങനെ പല ആൾക്കാരും പറയുന്നുണ്ട്. എൻ്റെ സാലറി സ്കെയില് എനിക്ക് വേണ്ടത്ര ഒരു ഹൈയിലേക്ക് പോണില്ല എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. ഐ ഡിഡ്ന്റ് ഫീൽ ദാറ്റ് വൺ, ബി ഫ്രാങ്ക്. എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല. ഇവൻ അത് പറയുമ്പം എനിക്കത് കമ്പയർ ചെയ്യുക എന്നുള്ളത് വളരെ കുറവാണ്. ഹൗ അബൌട്ട് യു? വർക്ക് പ്രഷറിൻ്റെ കാര്യങ്ങളിൽ ടൈം കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്ന സംഗതികൾ ബേസിക്കലി അവരവരുടെ ടൈം മാനേജ്മെൻറ്റിൻ്റെ പ്രശ്നമാണ്. അത് പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ 11 മണി വരെയും 1 മണി വരെയൊക്കെ വർക്ക് ചെയ്ത് വരുന്നുള്ളത്. അത് ഞാനൊരു വലിയ സംഭവം ആയതുകൊണ്ടല്ല, അതിൻ്റെ ഒരു ഫെയിലിയർ എന്നുള്ള രൂപത്തിലുമാണ് അതിനെ കാണാൻ. എനിക്ക് ആ പണി 6 മണിക്കുള്ളിൽ അല്ലെങ്കിൽ 7 മണിക്കുള്ളിൽ ചെയ്ത് തീർക്കാൻ പറ്റില്ല എന്നുള്ളത് അത് എൻ്റെ ഫെയിലിയറാണ്. അത് ഞാനന്ന് ടൈം മാനേജ് ചെയ്തിരുന്നില്ല എന്നതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു പണി എടുക്കേണ്ടി വന്നത്. അതേ സമയത്ത് ഇപ്പോൾ എനിക്ക് ആ സാധനം ചെയ്യാൻ പറ്റും. അത് നമ്മൾ പഠിച്ച് വരേണ്ട, അല്ലെങ്കിൽ നമ്മൾ ആദ്യം മുതലേ പഠിക്കാൻ ശ്രമിക്കേണ്ട ഒരു സംഗതിയാണ്. പിന്നെ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ അങ്ങനെ ഒരു സാധനം ചെയ്യുന്നതിൽ? എന്താ ടിപ്പ് പറയാ? ഞാൻ ചിന്തിക്കുക വെച്ച് കഴിഞ്ഞാൽ ടൈം മാനേജ്മെൻറ്റ് പറഞ്ഞത് കൊണ്ടാണ്. ഓക്കെ, എൻ്റെ മൈൻഡിൽ ഫസ്റ്റ് ഓടിയൊരു കാര്യം എന്ന് വെച്ചാൽ വി ഷുഡ് കീപ്പ് അവർ ഡെയിലി ടാസ്ക്. അങ്ങനെ ഒരു സാധനം ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്താ പറയുക, ചുമ്മാ ഓഫീസിൽ പോയിട്ട് ഇന്ന് കിട്ടുന്ന വർക്ക് അങ്ങോട്ട് ചെയ്യാന്നുള്ളതിന് പകരം ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു ഡെയിലി ടാസ്ക് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളെന്താ പറയുക ഓഫീസിൽ പോവാം. എന്നിട്ട് ഓരോന്ന് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ടിക്കറ്റ് ഇത് കഴിഞ്ഞ് ടിക്കറ്റ് പോകുമ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ വി ഫീൽ പ്രൗഡ്. ആ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ഫീൽ പ്രൗഡ്. ആൻഡ് ഇഫ് വി ഡിഡിൻറ്റ്, നമുക്ക് നെക്സ്റ്റ് ഡേയിൽ ഇതും കൂടി തീർക്കണം എന്നുള്ളൊരു എനർജി ഉണ്ടാവും. കറക്റ്റ്. ഓക്കെ, സോ അത് നെക്സ്റ്റ് ഡേയിൽ നമുക്ക് ഓഫീസിലേക്ക് പോകാനുള്ളൊരു എനർജിയാണ്. ബി ഫ്രാങ്ക്, ഇത് നമ്മൾ ആദ്യം നമുക്കത് 100% സക്സസ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ബട്ട് ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞാൽ, ജാവേദ് പറഞ്ഞ പോലെ 5 മണി കഴിയുമ്പോഴേക്കാണ് നമുക്ക് തീർത്തു പോകാനുള്ള ആ ലെവലിലേക്ക് നമ്മൾ ടൈം മാനേജ് ചെയ്തിട്ടുണ്ടാവും. ഇത് നേരത്തെ പറഞ്ഞ പോലെ വാച്ച് നോക്കി ടൈം എടുക്കുന്ന ആൾക്കാർക്കാണ് ഈ ഒരു പ്രശ്നങ്ങൾ വാട്ട് ഐ ഫീൽ. കാരണം വെച്ചാൽ അവർക്ക് ഡെലിവറി ചെയ്യാൻ പറ്റില്ല. ഇവരാകെ മൈൻഡിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചായ കുടിക്കേണ്ട എപ്പോഴാണ്, ചോറ് കഴിക്കേണ്ട എപ്പോഴാണ്, ഈവനിങ് പോകേണ്ടത് എപ്പോഴാണെന്ന് വരുമ്പോഴാണ് ഈ ഒരു റിസൾട്ടിലേക്ക് വരാതെ. നീ മുമ്പ് എങ്ങനെയാണോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ടല്ല എനിക്ക് ഫൈൻ, ജോക്ക് ഓഫ് ദ ഡേ. മേ ബി കീപ് നോട്ട്സ് എന്ന് പറയുന്ന സാധനം വളരെ ഇഫക്റ്റീവായിട്ടും ഉള്ളൊരു സാധനമാണ്. നമ്മളത് അത് ചെയ്തു തുടങ്ങിയപ്പോഴാണ് സത്യം പറഞ്ഞാൽ ടൈം കുറയ്ക്കാനും ടൈമിന് പോവാനും പറ്റി തുടങ്ങിയത്. പിന്നെ ഞാൻ 100% പറയുന്നില്ല എല്ലാ 8 to 5 ചെയ്ത് പോകണം എന്നുള്ളത്. അത് ഏത് കമ്പനിയിലാണെങ്കിലും ഓഫ് കോഴ്സ് ഉണ്ടാകുന്നവരാണ്. ഈവൻ ഞാൻ ഒരു ദിവസം 23 hours വർക്ക് ചെയ്തത്. ഒരു ദിവസം പോയിട്ട് വരാത്ത ദിവസങ്ങളുണ്ടാവും. ഞാൻ രാവിലെ വന്ന് അത് എല്ലാ വർക്കിലുണ്ട്. എൻ്റെ അളിയൻ IT കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. 3 ദിവസം അളിയൻ ഓഫീസിൽ നിന്ന് വന്നിട്ടില്ല. ഞാൻ ചോദിച്ചാൽ എന്താണ് P1 ഇഷ്യൂ. അത് പ്രയോറിറ്റി 1 ആണ്. അവർക്ക് സോൾവ് ചെയ്യാണ്ട് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. നമ്മൾ ഈ IT ഇത് എന്താ പറയുക, ആ ഫാൻറ്റസി മാത്രമല്ല അവിടെ ഉള്ളത്, അത് എല്ലാ ഫീൽഡിലുള്ളതാണ്. ഇനി വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രോത്ത്. 3000 ശമ്പളമുള്ളവനിക്ക് 10 കൊല്ലം കഴിഞ്ഞാൽ 15,000 ശമ്പളം എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ ഫീൽഡിനെ ഡിമോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിനെ പറ്റിയിട്ട് എന്താ പറയുക? അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയൊരു സാധനമാണ്. അപ്പോൾ സിവിൽ എൻജിനീയേഴ്സിനെയും നമുക്ക് ബാക്കിയുള്ള എൻജിനീയേഴ്സിനെയും എടുക്കാം. നമുക്കിപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ആവട്ടെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളൊരു ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അല്ലെങ്കിൽ സിവിൽ എൻജിനീയേഴ്സിൻ്റെ സാലറി സ്റ്റാർട്ട് ചെയ്യുന്നത് മേ ബി ഒരു 8,000 to 10,000 ഒക്കെ ആയിരിക്കാം ഈ കേരളത്തിലുള്ള ഒരു നോർമൽ ഉള്ള ഒരു കമ്പനിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ. അതേ സമയത്ത് ഒരു IT കമ്പനിയിൽ അതേ ആളുടെ കൂടെ തന്നെ പഠിച്ചിറങ്ങിയ ഒരാളുടെ സാലറി സ്റ്റാർട്ട് ചെയ്യുന്നത് 23,000 25,000 ആയിരിക്കും ഇന്നത്തെ ഒരു സ്റ്റേജിൽ. അത് അവരുടെ ഒരു കരിയർ ഗ്രോത്ത് തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. പക്ഷേ നമ്മുടേത്
തുടങ്ങി ഒരു ആദ്യത്തെ നേരത്തെ പറഞ്ഞ ഒരു 3 വർഷം 4 വർഷമോ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പോകുന്ന എക്സ്പോണൻഷ്യലായിട്ടായിരിക്കും നമ്മുടെ സാലറി പോവുക. അവരുടേത് ചിലപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈനോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക നമ്മുടെ ഒരു എസ് കേവ് എന്നൊക്കെ പറയില്ല നമ്മൾ, അതേപോലെ ഒരു ഒറ്റ പോക്കാം മുകളിലേക്ക്. ശരിയാണ്. അപ്പോൾ ഒരു 5 വർഷം 8 വർഷം കഴിയുമ്പോൾ എപ്പോഴും സിവിൽ എഞ്ചിനീയേഴ്സിൻ്റെ സാലറി, അതായത് പ്രോപ്പറായിട്ട് അപ്സ്കില്ല് ചെയ്ത് ഇൻഡസ്ട്രിയിലെ കാര്യങ്ങൾ പഠിച്ച് കരിയർ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് എപ്പോഴും അതേപോലെ ജോയിൻ ചെയ്ത ഒരാളുടെക്കാട്ടിലും മച്ച് ഹയർ ആയിരിക്കും അവരുടെ സാലറി ഉണ്ടാവുക. കറക്റ്റാണ്. ഇതിൽ വേറൊരു കാര്യം കൂടി ഞാൻ ആഡ് ഓൺ ചെയ്യുന്നത്, ഒന്നത് അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈവൻ IT കമ്പനിയിലാണെങ്കിലും സിവിൽ എഞ്ചിനീയേഴ്സ് ആണെങ്കിലും വി ഷുഡ് ഡു അപ്സ്കില്ലിങ്. കറക്റ്റ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരാളെ ഞാൻ ഹയർ ചെയ്തു, അതുപോലെ തന്നെ ഞാൻ എൻ്റെ സീനിയർ ഒരാളെ ഹയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അയാൾ ഞാൻ ഹയർ ചെയ്തപ്പം അയാൾ എൻ്റെ അടുത്ത് എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാലറി പ്രശ്നമല്ല, ഏത് സാലറിയിലും ജോയിൻ ചെയ്യാന്നുള്ള രീതി. സോ ഞാൻ ഒരു സാലറി കൊടുത്തു. ആ ക്വസ്റ്റ്യൻ കേട്ടപ്പോൾ ഞാനൊരു ഡൗട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു, വൈ ഹീസ് ആസ്കിങ് ലൈക്ക് ദാറ്റ്, നെറ്റ് തന്നെ പഠിച്ചതാണ്. ബട്ട് ഞാൻ മൂപ്പരെ ഹയർ ചെയ്തിട്ട് ഹി ഓൾസോ QS 14 വർഷം എക്സ്പീരിയൻസ്. ഒറ്റ കമ്പനിയിലായിരുന്നു. ഓക്കെ, സോ അതൊരു പ്രോബ്ലമാണ്. ഓക്കെ, അപ്പം ഞാൻ മൂപ്പരെ ഹയർ ചെയ്തപ്പോഴാണ് പറഞ്ഞത്, മൂപ്പര് പോസ്റ്റ് കോൺട്രാക്റ്റിംഗ് ആണ്, എക്സിക്യൂഷൻ സ്റ്റേജിലാണ് വർക്ക് ചെയ്തത്, ബില്ലിങ് അങ്ങനത്തെ കാര്യങ്ങളാണെന്നുള്ളത്. ഞാൻ മൂപ്പര് ടെൻഡറിങ്ങിലേക്ക് ഇട്ടപ്പം, BOQ പ്രിപ്പറേഷന് ടെൻഡർ ഡോക്യുമെൻറ്റ്സിലേക്ക് ഇട്ടപ്പം ഹി ഡോണ്ട് നോ എനിത്തിങ്. ആ ഒരു വിഷൻ ഉണ്ടല്ലോ, ഇങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴുള്ളൊരു വിഷൻ. ഇനീഷ്യലി ഞാൻ കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇപ്പം ഞാൻ കമ്പനി സ്റ്റാർട്ട് ചെയ്ത സ്മാർട്ടായിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ എത്ര സാലറി വേണമെങ്കിൽ കൊടുക്കും. എനിക്ക് സ്മാർട്ടുള്ള ആൾക്കാർ മതി, സാലറി കുറവ് ചോദിക്കുന്ന ആൾക്കാരെ ഞാൻ എന്തോ ഒരു ഡൗട്ട് അടിക്കുകയാണ് ചെയ്യാറ് യൂഷ്വലി. സോ ഇങ്ങനെ നോക്കുന്ന ഒരാൾക്ക് ഒരു കമ്പനീൻ്റെ ഗ്രോത്തിലേക്ക് ഇൻവോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ അതിലൊരു ഡെവലപ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല. സിമ്പിളാണ്, എൻ്റെ കമ്പനി ഗ്രോ ചെയ്താലേ ഞാൻ ഗ്രോ ചെയ്യുള്ളൂ. കറക്റ്റ്. നിങ്ങൾ പറയുന്ന ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പം ഞാൻ പറയുന്ന ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു എഞ്ചിനീയറിൻ്റെ ആവശ്യമില്ല. എനിക്കതിനൊരു +2 കഴിഞ്ഞ ഒരാളോട് നീ ഇന്ന് സാധനം ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു തരും. മെക്കാനിക്കലായിട്ട് ആൾ അങ്ങനെ ചെയ്തു പോകും. മെക്കാനിക്കൽ. പക്ഷേ എങ്കിൽ എന്നെ ഇങ്ങോട്ട് കൺസൾട്ട് ചെയ്യും. ഒരു കമ്പനിയിൽ ഇപ്പോൾ ഞാനൊരു എഞ്ചിനീയർ എടുത്തു കഴിഞ്ഞാൽ അയാളായിരിക്കണം അയാൾ മാനേജറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ആ കമ്പനി ഓണറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ക്ലയൻറ്റിൻ്റെ അടുത്തോ കൺസൾട്ടിങ് ചെയ്യേണ്ടത്. അതെപ്പോഴാണ് വരിക? നമ്മൾ അപ്സ്കില്ലിങ് ചെയ്യുമ്പോഴാണ്. നമ്മൾ കോളേജിൽ പഠിച്ച കാര്യങ്ങളൊന്നുമല്ല നമ്മളിപ്പോൾ CD റേറ്റ് ചെയ്യാൻ അറിയുന്നത് പോലെയാണ്. കറക്റ്റാണ്. അതിൽ ഈ നമ്മൾ ഈ സ്ട്രക്ചറിൽ പല കാര്യങ്ങളും ബെൻഡിങ് മൊമെൻറ്റ്, ഞാൻ ഈ സൈറ്റിൽ ചെന്നിട്ട് ആദ്യമായിട്ട് ജോലി കിട്ടി, ഞാൻ കോഴ്സ് കഴിഞ്ഞ് എനിക്ക് അത്യാവശ്യം സപ്ലി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സപ്ലി എഴുതിയെടുക്കുമ്പോൾ അറിയാലോ നമ്മൾ നന്നായിട്ട് പഠിക്കും, വേറെ ഓപ്ഷൻ ഇല്ല, നമുക്ക് പഠിച്ചേ പറ്റൂ എന്നാലേ പാസ്സാവും. അങ്ങനെ പഠിച്ച് പാസ്സായപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് ഏകദേശം ധാരണകളൊക്കെ ആയി. അങ്ങനെ ഈ സൈറ്റിൽ ചെന്നിട്ട് ഈ ബെൻഡിങ് മൊമെന്റ് എവിടെയാണെന്നുള്ളത് ഇത് എത്ര നോക്കിയിട്ട് ഈ ബെൻഡിങ് മൊമെന്റും കാണുന്നില്ല. ഇത് എന്താ ഈ സാധനം? അത് നിങ്ങൾക്ക് ഉണ്ടാവില്ലോ, കുറേ ആരോ മാർക്ക് ഉണ്ടാവും, ഇവിടുന്ന് ഇങ്ങനെ ഫോഴ്സ് വരുന്നത്, എന്താണ് ഈ സാധനം എന്നുള്ളത് സൈറ്റിൽ കാണുമല്ലോ. അത് ഭയങ്കര വ്യത്യാസം. അവിടെ വേറെ കമ്പിയും കോൺക്രീറ്റും പലയല്ലാതെ വേറൊന്നും ഉണ്ടാവില്ല. അത് തിരിച്ച് അത് തന്നെയാണ് ഇത് എന്ന് മനസ്സിലായത് 3 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക്. അതാണ് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടെന്നും അത് എനിക്ക് അന്ന് മനസ്സിലാവാത്തത് കൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായത് 3 വർഷം കഴിഞ്ഞിട്ടാണ്. അതാണ്. അപ്പോൾ നമ്മളൊരു അപ്സ്കില്ലിങ് ചെയ്യാന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്താണല്ലോ ആ നോളജ് കിട്ടുള്ളൂ, ആ ഒരു ഇൻഡസ്ട്രിയിലേക്കുള്ള നോളജ് കിട്ടുള്ളൂ. നമ്മൾ കോളേജിൽ പഠിച്ച കാര്യങ്ങളൊന്നുമല്ല. ഈവൻ ഇൻ്റഗ്രേഷനൊക്കെ എന്തിനാണ് പഠിച്ചതെന്ന് പഠിച്ചാൽ ചോദിച്ചാൽ എനിക്ക് അറിയില്ല. അത് എന്നോട് കുറേ ആൾക്കാർ ചോദിക്കുന്ന ഒരു സാധനം. നമുക്ക് ഇപ്പോൾ നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കണം, എഞ്ചിനീയറിംഗ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് 2 വർഷം നമുക്ക് മാത്സ് ഉണ്ട്, M1 M2 M3 M4 എന്ന് പറഞ്ഞിട്ട്. അത് എന്തിനാണെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറയാറ്, ചില ആൾക്കാർ എനിക്കിതിൻ്റെ ആവശ്യമില്ല, അത് നമുക്ക് പഠിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ ജിമ്മിൽ പോകുന്നത്, അല്ലെങ്കിൽ ഒരു ഫുട്ബോളർ ജിമ്മിൽ പോകുമ്പോൾ ആൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക ലെഗ്സിന് വേണ്ടി അല്ലെങ്കിൽ അതിനുള്ള പവറിനാണ് എന്ന് വിചാരിച്ചാൽ ഡംബിലെടുത്തിട്ട് കൈക്ക് ചെയ്യാതിരിക്കുന്നില്ല, അപ്പോഴേ അത് ഫുള്ളാവുള്ളൂ. നമുക്കൊരു സിവിൽ എഞ്ചിനീയർ 4th ഇയറിൽ പഠിക്കുന്ന കാര്യങ്ങൾ പഠിക്കും പ്രൊസസ് ചെയ്യാനും വേണ്ട മെൻ്റൽ എക്സസൈസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ M1 M2 M3 ഒക്കെ ഉള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് കറക്റ്റായിരിക്കും കേട്ടോ. ഈവൻ എൻ്റെ ഒരുപാട് നാളത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. എന്തിനാണ് ഞാൻ പഠിച്ചത്? വളരെ നല്ലൊരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ അതാണ്. ഈവൻ ഞാൻ പറയുകയാണെങ്കിലും ആ ഒരു ഗ്രോത്ത് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈവൻ ആ ഒരു എന്താ പറയുക, ആ അപ്സ്കില്ല് ചെയ്യുക,
എനർജറ്റിക് ആവുക, പാഷനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അത് നമ്മളുടെ ഒരു ഗ്രാഫ് വളരെ ടോപ്പിലേക്കാണ്. അതിന് സിമ്പിളായിട്ട് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഒരു ഫ്രണ്ട് കാലിക്കറ്റിൽ സ്ട്രക്ചറൽ ഡിസൈനിങ്ങിൽ അവൻ സ്റ്റാർട്ട് ചെയ്തത് 8,000 റുപ്പീസ് പെർ മന്തിലാണ്. ഇപ്പോൾ അവൻ സ്വന്തമായിട്ടൊരു സാധനം തുടങ്ങി. അവനക്ക് കുറച്ച് ആൾക്കാരുണ്ട്. ഒരാളുടെ 3 ആൾക്കാർ അതേ കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 3 ആൾക്കാർ സ്വന്തമായിട്ടൊരു സാധനം തുടങ്ങി. അവർക്കിപ്പോൾ മന്ത്ലി എല്ലാ ചിലവും കഴിഞ്ഞിട്ട് 5 to 7 ലാക്ക് കൈ കിട്ടുന്നുണ്ട്. അതേ സമയത്ത് വേറൊരു IT കമ്പനിയിൽ പോയ ഒരാൾക്ക് ഈവൻ ഐ എം നോട്ട് ഷുവർ 25,000 മേ ബി 3 ലാക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു 4 ലാക്ക് ഉണ്ടാവും. അതിൻ്റെ മുകളിലേക്ക് പോകുന്നുള്ളത് ഐ എം നോട്ട് ഷുവർ. ഒന്ന് ഇൻ ടേംസ് ഓഫ് ഇൻകം, വേറെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ടൈം ഫ്രീഡം ഉണ്ട്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം, ഭയങ്കര വലിയൊരു സാധനമാണ്. അത് എന്താ പറയുക, എനിക്ക് ഇന്നിപ്പോൾ ഒരു ടൂർ പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് ടൂറ് പോവാം, വന്നിട്ട് ചെയ്താൽ മതി. സോ ഇങ്ങനൊരു ട്രമെൻഡസ്, ഇപ്പോൾ ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് എനിക്ക് നാളെ പോയിട്ട് ഒരു IT കമ്പനി തുടങ്ങാൻ പറ്റില്ല. അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ, അതിനുള്ള കോസ്റ്റ്, ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഒരു സ്ട്രക്ചറൽ ഡിസൈനറാണ് അല്ലെങ്കിൽ ഒരു QS ആണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് മാർക്കറ്റിൽ. അപ്പം നമ്മൾ അപ്സ്കില്ല് ചെയ്യുക, നമ്മൾ ലേൺ ചെയ്യുക, നമ്മളതനുസരിച്ച് ക്വാളിറ്റി പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യാന്നുണ്ടെങ്കിൽ അതൊരു സാലറീഡ് ആണെങ്കിൽ പോലും നമുക്ക് കമ്പനീസ് നമ്മളെ ഡിമാൻഡ് ചെയ്യും. ഈ ഒരു വിഷനിലാണ് ആൾക്കാർ പോകുന്നുണ്ടെങ്കിൽ എത്തില്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്പൺ ആയിരിക്കണം. പറഞ്ഞോളൂ 8,000 എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഫസ്റ്റ് സാലറി 8,000 റുപ്പീസ് ആയിരുന്നു. ഇപ്പം എത്ര കിട്ടുന്നുണ്ട്? അത് കഴിഞ്ഞ് ഞാൻ മാറി പിന്നെ ജോബ് ഞാൻ മാറിയത് 5,000 റുപ്പീസ് സാലറിയിലേക്ക് താഴേക്കാണ് മാറിയത്. ഓക്കെ ഓക്കെ. പിന്നെ അതേപോലെ PGക്ക് ശേഷം എനിക്ക് അത്യാവശ്യം മോശമില്ലാത്തൊരു പാക്കേജിൽ മുംബൈയിൽ പ്ലേസ്ഡായി. അപ്പോൾ അതിന് ശേഷം ഞാൻ ജോലി മാറി ഹാഫ് ദ സാലറിക്കാണ്. പിന്നെയാണ് ഞാൻ കൊച്ചിയിലേക്ക് വരുന്നത്, ബാംഗ്ലൂരിലൊരു കമ്പനിയായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അന്നും ഞാൻ ഫോക്കസ് ചെയ്തിരുന്നത് ഒരിക്കലും സാലറിക്കായിരുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ഫ്യൂ ക്രോസ് ടേൺ ഓവറുള്ള ഒരു കമ്പനി നടത്താൻ പറ്റുന്നുണ്ട്. നമ്മളെ ആ ഒരു വിഷൻ കറക്റ്റ് ആയാൽ മതി. പാഷനേറ്റ് ആവുക, അപ്സ്കില്ലിങ് ചെയ്യുക, ലേൺ ചെയ്യുക, അത് നമ്മൾ എന്താ പറയുക, സ്കൈസ് യുവർ ലിമിറ്റ്. അതാണ് നമുക്ക് ആ ഒരു കമ്മിറ്റഡ് ആണ്, നമ്മൾ റെസ്പോൺസിബിൾ ആണ്, നമുക്ക് ഓണർഷിപ്പ് എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ സ്കൈസ് അവർ ലിമിറ്റ്. അത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഈസിയാണ് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നിന്ന് കമ്പയർ ടു അതർ ഫീൽഡ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു IT കമ്പനി തുടങ്ങാണെങ്കിൽ ഒരുപാട് ബാക്കപ്പ് വേണം. ഇപ്പോൾ അത് നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു ഡോക്ടർക്ക് പ്രാക്ടീസ് തുടങ്ങാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പേസ് മതി. അതേപോലെ തന്നെ സിവിൽ ശരിയാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നല്ലോ. ഒന്നുമില്ല, നമ്മൾ പരിചയത്തിലുള്ള ആരെങ്കിലും ഒരു വർക്കെങ്കിലും കൊണ്ട് തരില്ലേ? ഓഫ് കോഴ്സ് മിനിമം ഒരു വർക്ക്, അത് മാന്യമായിട്ട് ചെയ്ത് അടുത്ത വർക്ക് വരില്ലേ? ഇതൊരു ചെയിൻ റിയാക്ഷൻ ആണ്. വളരെയധികം ഒരു ഓണ്ടർപ്രണർ ആവുക എന്ന് പറഞ്ഞാൽ പോലും സിവിൽ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കുറെ കൂടി എളുപ്പമാണെന്നാണ്. അവർ ഫേസ് ചെയ്യാത്ത പ്രോബ്ലംസ് ഉണ്ടാവില്ല. പിന്നെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നങ്ങളെ വരുള്ളൂ. ശരിയാണ്. നമുക്ക് കാണാം നമ്മുടെ മുമ്പിൽ ഇന്നതാണ് ഇഷ്യൂ, നമുക്കതിങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടി എന്താ പറയുക, ഈവൻ ഇഫ് ഐ ആം ഇൻ ടു ദിസ് ഫീൽഡ് ഐ എം നോട്ട് ഷുവർ, കുറച്ചും കൂടി റിലാക്സ്ഡ് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് നമുക്ക് മേ ബി നമ്മൾ അത്രയും പ്രോബ്ലംസ് സോൾവ് ചെയ്തുകൊണ്ട് ഈ ഫീൽഡിൽ ഇപ്പോൾ സസ്റ്റെയിൻ ചെയ്യുന്നത് കൊണ്ടാവാം എന്നെനിക്ക് തോന്നുന്നു. ആ ഒരു പ്രഷർ എനിക്കധികം ഇപ്പോൾ ഫീൽ ചെയ്യാറില്ല. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് എവർ ഇറ്റ് ഈസ് നമ്മൾ പറയില്ലേ ശീലായിക്കോളൂ. അല്ല, വേറൊരു കാര്യമുണ്ട്. അത് നമ്മളൊരു കമ്പനിയിലാണെങ്കിലും ആസ് എ എഞ്ചിനീയർ വി ഷുഡ് ഡു സം സിസ്റ്റമാറ്റിക്കലി. ഒന്ന് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആ സിസ്റ്റം പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അത് പല കമ്പനീസിനും വരുന്നൊരു പ്രോബ്ലമാണ് സിസ്റ്റം ഡെവലപ്ഡ് അല്ലാതെ. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഞ്ചിനീയർ പോയിട്ട് സൂപ്പർവൈസറിൻ്റെ തലച്ചോറ് കൊടുക്കും, ആ പണിയെടുക്കും. അവിടെയാണ് ഈ പ്രശ്നങ്ങൾ വരിക. എഞ്ചിനീയറുടെ വർക്ക് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം വരില്ല, കാര്യങ്ങൾ എളുപ്പമായിരിക്കും. കുറച്ച് നേരമായിട്ട് സംസാരിക്കുന്നു. നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ വരുന്ന ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് അല്ലെങ്കിൽ യങ് എഞ്ചിനീയേഴ്സിൻ്റെ അടുത്ത്, യങ് ഓണ്ടർപ്രണേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു ഗൈഡൻസ് എന്തായിരിക്കും? ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വേണം. അത് ഓണ്ടർപ്രണേഴ്സ് ആണെങ്കിലും യങ് എഞ്ചിനീയേഴ്സ് ആണെങ്കിലും കരിയർ ഗ്യാപ്പ് എടുത്തതാണെങ്കിലും വർക്ക് ചെയ്യുന്ന ആണെങ്കിലും ആരാണെങ്കിലും നമ്മുടെ മുമ്പിൽ 3 കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ സ്കൈസ് വരുന്നു. ഒന്നെന്ന് പറയുന്നത് കമ്മിറ്റ്മെൻറ്റ്. നമ്മൾ ചുമ്മാ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് ജീവിക്കുന്നത്. ആഫ്റ്റർ 3 years വേർ ഷുഡ് ഐ 5 years എവിടെ എത്തണം, 10 years എവിടെ എത്തണം.
അത് പ്രോപ്പർ വിഷൻ ഉണ്ടാക്കിയിട്ട് അതിൽ കമ്മിറ്റഡ് ആയിരിക്കും, ഫോക്കസ്ഡ് ആയിരിക്കും. അതിൽ കമ്മിറ്റഡ് ആയിരിക്കും. കാരണം വെച്ചാൽ ഇപ്പൊ 3 വർഷം കൊണ്ട് ഞാൻ ചെയ്യുന്ന സാധനം 3 വർഷം കൊണ്ട് തന്നെ ചെയ്യണം. അത് ആ ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രോപ്പറായിട്ട് വേണം. അത് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ പ്രൊജക്റ്റിൽ നിന്ന കാര്യങ്ങൾ ഈ ടൈമിൽ ഡെലിവറി എന്ന് പറയുന്നത് ആ ടൈമിലേക്ക് നമ്മൾ ഡെലിവറി ചെയ്യാൻ നോക്കണം. അങ്ങനെയാണ് നമ്മൾ പ്രൊഫഷണൽസ് കീപ്പ് ചെയ്യുക. ഒന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ ഓണർഷിപ്പ്. നമ്മളുടെ ലൈഫിൻ്റെയോ നമ്മളുടെ കരിയറിൻ്റെയോ നമ്മളുടെ നോളജിൻ്റെയോ ഓണർഷിപ്പ് നമുക്കൊരു ആർക്കും കൊണ്ടുവരും. ജാവേദ് നാളെ വന്ന് എന്നെ പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാവേദ് പഠിപ്പിക്കും ചിലപ്പോൾ, പക്ഷേങ്കിൽ പഠിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അത് ഒന്ന് വർക്കിൽ ചെയ്യുമ്പോൾ ആ വർക്ക് എൻ്റെ വർക്കാണ്, ഞാനത് തീർത്തിരിക്കും. അതിൻ്റെ ഓണർഷിപ്പ് ഞാനാണ്. എൻ്റെ ലൈഫിൽ 3 വർഷത്തിൽ ഈ ലെവലിൽ എത്തണമെന്നുണ്ടെങ്കിൽ അത് എൻ്റെ തീരുമാനമാണ്, എൻ്റെ കരിയറാണ്, ഞാനത് എത്തിയിരിക്കണം. അത് നമ്മൾ ചെയ്തേ പറ്റും. പിന്നൊന്ന് വന്ന റെസ്പോൺസിബിലിറ്റി. ജാവേദ് എനിക്ക് പഠിക്കാനൊരു സാധനം തന്നു കഴിഞ്ഞാൽ ആ പഠിക്കുന്ന സമയത്ത് എനിക്ക് പല ഡൗട്ടുകളുണ്ടാവും, പല പ്രശ്നങ്ങളുണ്ടാവും. വർക്ക് ചെയ്യുമ്പോൾ പല ഡൗട്ടുകളുണ്ടാവും, പല പ്രശ്നങ്ങളുണ്ടാവും, എല്ലാം ഉണ്ടാവും. ഞാൻ 3 വർഷത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ആ 3 വർഷം എനിക്കൊരു സ്മൂത്ത് റോഡായിരിക്കില്ല. പല കുണ്ടും കുയ്യും മുള്ളും കല്ലും ചില്ലും എല്ലാം ഉണ്ടാവും. ഈ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ഞാനാണ്. ബിക്കോസ് ഇറ്റ്സ് മൈ കരിയർ, എൻ്റെ ഓണർഷിപ്പുള്ള ഒരു സാധനമാണ്. ഈ ടൈമിൽ ഞാൻ തീർക്കണം തീരുമാനിച്ച് കമ്മിറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് എങ്കിൽ ഈ പ്രോബ്ലം ഞാനേ സോൾവ് ചെയ്യാൻ പറ്റും. ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ സ്കൈസ് ഉണ്ട്. അതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഈ ഒരു സാധനം നമ്മൾ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റീസൺസ് ഉണ്ടാവും. യൂഷ്വലി നമ്മൾ പറയും ലൂസേഴ്സ് ഫൈൻഡ് റീസൺസ്, വിന്നേഴ്സ് ഡസൻറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തോക്കാനൊരു കാരണം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ റീസൺസ് കണ്ടുപിടിക്കാനായിട്ട് എങ്ങനെയൊക്കെ നല്ലത് മുന്നോട്ട് പോകാനുണ്ടാവും. ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ സെറ്റാണ്. ബാഡ്മിന്റൺ അടിച്ചിട്ട് കൊണ്ടില്ല എന്ന് പറയുന്ന പോലെ അടിച്ചിട്ട് കൊള്ളാത്തല്ലേ. അതാണ് ജാവേദിന് എങ്ങനെയാണെങ്കിൽ എന്താണ് പറയേണ്ടത്? ഓക്കെ, ഇപ്പോ ഇനി കേരളത്തിലെ ഒരു സിനാരിയോ വെച്ചിട്ട് തന്നെ പറയാം. ഇന്ന് ഇപ്പോ വലിയ വലിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് നമ്മുടെ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ വലിയ ഹൈവേസ് വരുന്നു, വിഴിഞ്ഞം പോലുള്ള പ്രോജക്ട്സ് വരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സംഗതികൾ കേരളത്തിൽ നടക്കും. അതിന് വേണ്ടത് ഇൻഫ്രാസ്ട്രക്ചറൽ ഗ്രോത്ത് നടക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത് സിവിൽ എഞ്ചിനീയേഴ്സ് ആയിരിക്കും. കാരണം അവരില്ലാതെ ഇല്ല. നമ്മുടെ റോഡ് കൂടി പോകുന്നതിനപ്പുറം ഇപ്പുറം കാണാവുന്നതാണ്. ഇമ്മൻസ് ആണ് ഓപ്പർച്യൂണിറ്റി, ഇമ്മൻസ് ആണ്. അതിൽ നമ്മൾ പഠിച്ച് പോളിഷ്ഡ് ആയിട്ടിരിക്കുക, അതിന് റെഡി ആയിട്ടിരിക്കുക, റിക്വയർമെന്റ് എവിടെ വരുന്നു അതിന് നമ്മൾ ഫിറ്റ് ആയിട്ടിരിക്കുക. അത് നമ്മളുടെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോക്കസ്ഡ് ആകും കാര്യങ്ങൾ നടക്കണം. വീണ്ടത്തിന്റെ കേസ് പറയാൻ കാരണം ഇപ്പോൾ ദുബായ് അല്ലെങ്കിൽ സിംഗപ്പൂർ, കൊളംബോ ഇതേപോലത്തെ വലിയ വലിയ സിറ്റീസ് ഒക്കെ വന്നിരിക്കുന്നത് അവിടെ ഇതേപോലുള്ള വലിയ വലിയ പോർട്സ് ഉള്ളതുകൊണ്ടാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്ടം പോലെയാണ് വരാൻ പോകുന്നത്. കണ്ണടിച്ച് തുറക്കുന്നതിന് മുമ്പായിരിക്കും കാര്യങ്ങളായിരിക്കും മാറാൻ പോകുന്നത്. അടുത്ത മേ ബി ഒരു 5-6 ഇയേഴ്സിന്റെ ഉള്ളിൽ നമ്മളെ ഈ ലാൻഡ്സ്കേപ്പ് മാറും. പറഞ്ഞപ്പോഴാണ് ഞാൻ ദുബായിയുടെ ഹിസ്റ്ററി നോക്കിയിട്ടുണ്ടായിരുന്നു. അവരാദ്യം ചെയ്തത് പോർട്ടിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. പല ആൾക്കാരും പറയാ വെച്ചാൽ അവർക്ക് എണ്ണ ഉണ്ടായതുകൊണ്ടാണ് ഇത്രയും ഗ്രോത്ത് ഉള്ളത്. അവരുടെ ടോട്ടൽ റവന്യൂടെ 3% എങ്ങാനാണ് ഇപ്പം ഓരോ ഫീൽഡിൽ നിന്ന് അവർ കിട്ടുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ ഗ്രോത്ത് അങ്ങനത്തെ കേരളം മാറും. കേരളം മാറട്ടെ, നമ്മള് മാറണ്ടേ, എല്ലാരും മാറണ്ടേ. സോ ആ ഒരു ഹോപ്പില്, ആ ഒരു വിശ്വാസത്തില് എനർജറ്റിക് ആവുക, പാഷനേറ്റ് ആവുക, സക്സസ് ആവുക എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. സോ ഇനി നമുക്ക് ഇതുപോലെ സംസാരിക്കാം. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച്. താങ്ക് യു.